അമ്പലപ്പുഴയിലാണ്. വി എസിൻ്റെ വേലിക്കകത്ത് എന്ന വീട്ടിൻ്റെ ഉള്ളിലാണ്, വീട്ടിൻ്റെ പുറത്ത് വി എസിൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ നമ്മുടെ എച്ച് സലാമിനെ കാണാൻ എത്തിയതാണ്. ശ്രീ എച്ച് സലാം കരുത്തുണ്ടെന്ന് അങ്ങ് പറഞ്ഞു, പക്ഷേ അപ്പുറത്ത് മത്സരിക്കുന്നത് ചെറിയ ആളല്ല, ജി സുധാകരനാണ്. അങ്ങ് തന്നെ ഒരുപക്ഷെ അങ്ങയെ തന്നെ പാർട്ടിയിൽ മാർക്സിസം പഠിപ്പിച്ച സുധാകരൻ സാർ അപ്പുറത്ത് മത്സരിക്കുമ്പോൾ ഈ കൃഷ്ണഭഗവാനും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് എങ്ങനെയാണോ കൗരവ പാണ്ഡവ പട തമ്മിൽ യുദ്ധം നേടിയത്, അതുപോലെ ഒരു സാഹചര്യമായി മാറുന്നുണ്ടോ? അദ്ദേഹം കരുത്തനായത് ഇവിടെ ഇരിക്കുന്ന ഈ സഖാക്കളെല്ലാം കൂടെ ചേർന്നപ്പോൾ ഉണ്ടായ കരുത്താണ്. ഒറ്റയ്ക്കൊരു കരുത്തുണ്ടാവില്ല, എല്ലാവരും കൂടെ ചേർന്നപ്പോൾ ഉണ്ടായ കരുത്താണ്. അപ്പോൾ ആ കരുത്ത് ഇപ്പോൾ ഉണ്ടാകും എന്ന് പൊതുവെ ഉണ്ടാകുന്ന ഒരു വർത്തമാനത്തിൽ മാത്രമേ ഉള്ളൂ. ബാലറ്റ് എണ്ണി കഴിയുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏതാണ് കരുത്ത് ഈ പുന്നപ്രയുടെ മണ്ണിൽ എന്നുള്ളത്. പാർട്ടിക്കപ്പുറം ജി സുധാകരൻ കുറച്ച് വോട്ടുകൾ സമാഹരിക്കില്ലേ? അത് നിങ്ങൾ 2011-ലെയും 2016-ലെയും 2021-ലെയും വോട്ടിൻ്റെ കണക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ പുന്നപ്രയും അമ്പലപ്പുഴയും പൊളിറ്റിക്കൽ വോട്ടാണ് ബേസ്. 2011 അദ്ദേഹം LDF സ്ഥാനാർത്ഥിയാകുമ്പോൾ ലഭിച്ചത് 63,320 വോട്ടാണ്, 63,720 വോട്ടാണ്. 2016-ലേക്ക് വന്നപ്പോൾ അത് 63,069 വോട്ടായിട്ട് കുറഞ്ഞു, 69 വോട്ട് കുറയുകയാണ് ചെയ്തത്. ഞാൻ മത്സരിച്ചപ്പോൾ 61,320 ആണ് കിട്ടിയത്. ഏതാണ്ട് ഒരു 1,500 വോട്ട് വ്യത്യാസമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാനും അദ്ദേഹം തമ്മിൽ ഉണ്ടാവേണ്ട യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വലിപ്പ വ്യത്യാസം എന്ന് കണക്കാക്കിയാൽ ഉണ്ടാകേണ്ട അകലം വെറും 1,500 വോട്ടിൻ്റെതല്ല. ഈ 3 കണക്ക് കാണിക്കുന്നത് പൊളിറ്റിക്കൽ വോട്ടാണ് ഇവിടെ ബേസ് എന്നുള്ളതാണ്.